എനിക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ എന്താ വെച്ചാൽ അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നടന്ന സംഭവവികാസങ്ങളും. ഒരിക്കലും ഞാൻ അവരുടെ ചാത്തനാട് വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മയും മോളും വന്നു, ഒരു എക്സാമ്പിൾ പറയാം. അപ്പം മോക്ക് ജോലി, എല്ലാവരും ജോലിക്കാർ, എനിക്കിപ്പോൾ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടു. 4 പതിറ്റാണ്ട് കാലം അവരോടൊപ്പം കഴിഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ ചിന്താഗതിയോട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗൗരിയമ്മ എവിടെയുണ്ട്, അവരോടുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ളൂ. ഗൗരിയമ്മയ്ക്ക് സ്വന്തം ഗൗരിയമ്മ മാത്രം, ഉരുക്കുവനിത. നമസ്കാരം. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിര തുറവൂരാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. കേരളത്തിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന KR ഗൗരിയമ്മയുടെ ജീവിതം അനാവരണം ചെയ്യുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നു. തളരാത്ത ഗൗരി, കരയാത്ത ഗൗരി. ഇന്ദിര തുറവൂർ നമ്മോടൊപ്പം ചേരും. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഗൗരിയമ്മയ്ക്ക്, ഞങ്ങൾ കുഞ്ഞമ്മ എന്നാണ് വിളിക്കണേ എല്ലാവരും, ഗൗരിയമ്മയുടെ ജീവിതത്തെ തുടക്കം തൊട്ട് എനിക്ക് 40 വർഷത്തെ പരിചയമുണ്ട്. 10 വർഷം പേഴ്സണൽ സ്റ്റാഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മന്ത്രിമന്ദിരത്തിൽ തന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ നടന്ന കുറേ സംഭവവികാസങ്ങൾ, രാഷ്ട്രീയവും പിന്നെ ഗൗരിയമ്മ പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുടെ, അവരുടെ കുട്ടിക്കാലത്തെ കോളേജ് ജീവിതം, രാഷ്ട്രീയവും സമരത്തെപ്പറ്റി പറഞ്ഞ കഥകളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ഓർമ്മക്കുറിപ്പാണ്. അവരുടെ തുടക്കം തൊട്ട് ലാസ്റ്റ് അവരുടെ മരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചുരുക്കിയ, ഞാനൊരു സാധാരണ എഴുത്തുകാരിയാണ്. 3 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ കെൽട്രോണിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ കുട്ടിക്കാലമൊക്കെ ആലുവയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മകളും ആലുവയും. അപ്പോൾ അവിടെ ഒരു റിട്ടയർമെൻറ്റ് ഹോം തുടങ്ങണമെന്നൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. അന്നൊന്നും ഈ റിട്ടയർമെൻറ്റ് ഹോമൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ കുറേ പേരിങ്ങനെ വന്നുവെങ്കിലും ഹസ്ബൻഡ് തഹസിൽദാരായിരുന്നു, രാമേന്ദ്ര പണിക്കർ എന്ന് പറയും, ചേർത്തല തഹസിൽദാരെന്ന്. ചേട്ടൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ തുടങ്ങിക്കോ, പക്ഷെ അത് തുടങ്ങുവാണെങ്കിൽ അതിന് പല കാര്യങ്ങളും ഉണ്ട്, എല്ലാം നമ്മൾ അറിഞ്ഞു. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ ഞാനതൊരു എഴുതിയപ്പോൾ അതൊരു കഥാരൂപമായി കഴിഞ്ഞപ്പോൾ കൃഷ്ണജിത്ത്, നമ്മുടെ ചേർത്തലയിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഫേസ്ബുക്ക് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ചേച്ചി നമുക്കത് ടെലിഫിലിമിന് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണജിത്ത് മാത്രം ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കഥ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ ത്രെഡ് ഇഷ്ടമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുക്കാം, ഒറ്റ ദിവസത്തെ ഷൂട്ട് ആലുവ മണപ്പുറത്ത്. അപ്പോൾ നായിക വേറൊരു ലേഡിയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങൾ ചിലവ് ചുരുക്കുക, കൃഷ്ണജിത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെയാണ് അഭിനയം. എൻ്റെ കസിൻ്റെ വീട് ആലുവ മണപ്പുറ, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ലേഡി വരാത്തതുകൊണ്ട് ഞാൻ തന്നെ അഭിനയിച്ചു. അങ്ങനെ ഒറ്റ ദിവസം ഷൂട്ടിൽ ചെയ്തു. അതിന് ഭാരതിൻ്റെ പേരിൽ 4 അവാർഡ് കിട്ടി. എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി. അങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നത്. അങ്ങനെ പിന്നെ കഥകളും കവിതകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. പിന്നെ യാത്ര ഒരുപാട് ഇഷ്ടമാണ്. ഈ ഗൗരിയമ്മയായിട്ട് പരിചയപ്പെട്ടത് എന്താണ്? ഗൗരിയം, ഞാൻ 1981 കെൽട്രോണിൽ ട്രെയിനി ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ അവരിവിടുത്തെ MLA ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു രജനി എന്ന് പറഞ്ഞാൽ അവർ പാർട്ടി പ്രവർത്തകനാണ് അവരൊക്കെ. അപ്പോൾ ഞങ്ങളുടെ MLA ആണല്ലോ. അപ്പോൾ ആദ്യ ബാച്ചിനെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ MLA കാണാൻ പോണത്. അത് പട്ടണക്കാടുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഞാൻ ഗൗരിയമ്മ അടുത്തൊന്ന് കാണുന്നത്. അങ്ങനെ കണ്ട് ആദ്യം ഗൗരിയമ്മ എതിർത്തേ പറയുള്ളല്ലോ, പിന്നെ കണ്ട് പിന്നെ ഞാനുമായിട്ട് നല്ല അടുപ്പായി. ഞാൻ ഇടയ്ക്ക് പോകും. ശരിക്കും അവർക്കൊരു, മറ്റവരാരും വന്നില്ലേ, ഞാൻ ഇടയ്ക്ക് കുഞ്ഞമ്മയെ കാണാൻ പോകും. ഒരു മോളെ പോലെയാണ്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കേസ് കൊടുത്തു. ആദ്യ ബാച്ചിനെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞ്. അപ്പോൾ PSC പോസ്റ്റ് സ്ഥിരപ്പെടുത്തില്ല. അപ്പോൾ പിന്നെ കേസ് തോറ്റ് ഞങ്ങൾ പോന്നു. പിന്നെ അഹമ്മദാബാദ് കിട്ടിയെങ്കിലും പോയില്ല. എനിക്ക് മോക്ക് 3 വയസ്സേ ഉള്ളപ്പോൾ. ആ 87 ഇലക്ഷന് ഗൗരിയമ്മ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കശുമാങ്ങയൊക്കെ ഉള്ള സമയം, കുഞ്ഞമ്മയാണ് കശുമാങ്ങ ചാറ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി മണ്ണി കുഴിച്ചിരുന്നതൊക്കെ ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ കൊണ്ടുപോവുക കൂടെ, എൻ്റെ മോക്ക് 4 വയസ്സൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെ കുഞ്ഞമ്മയുടെ കൂടെ ഞങ്ങളുടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, പൊന്നാമ്പളി കാവിൽ കുടുംബമൊക്കെ. ഞങ്ങളുടെ ആൾക്കാർ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ലല്ലോ, ഈ പാർട്ടിയിലും അങ്ങനെ ഇല്ലായിരുന്നു. എനിക്കും വലിയ പാർട്ടിയൊന്നും ഇല്ല, കുഞ്ഞമ്മയായിട്ടുള്ള അടുപ്പം. അങ്ങനെ ആ സമയം കുറേ വീടുകളിലൊക്കെ പോയി. ആ ഇലക്ഷന് കുഞ്ഞമ്മ ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അപ്പോൾ ഞാൻ പോയതിൻ്റെ ഒരു പ്രയോജനം അവർക്കുണ്ടായി. അങ്ങനെ 87 അവർ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ എന്നെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആദ്യമായിട്ട് എടുത്തു. അങ്ങനെ മന്ത്രിമന്ദിരത്തിൽ തൈക്കാട് ഹൗസിൽ ഞാൻ താമസം തുടങ്ങി. 87. എത്ര വർഷം? 5 വർഷം. 5 വർഷം. അപ്പോഴത്തെ കുറെ നടന്ന സംഭവം. 10 വർഷം. പിന്നെ വന്നത് 2001 അവർ മിനിസ്റ്റർ ആയത്. അപ്പോൾ എനിക്ക് കെൽട്രോണിൽ പെർമനൻ്റായി ജോലി വാങ്ങിച്ചു. പിന്നെ 2001 മിനിസ്റ്റർ ആയപ്പോൾ വീണ്ടും ഡെപ്യൂട്ടേഷന് കുഞ്ഞമ്മ സ്റ്റാഫായി.
അങ്ങനെ 10 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള സാഹചര്യം എന്താ? പുസ്തകം എൻ്റെ എഴുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞമ്മയുടെ ഈ എഴുതണം എന്ന് നമുക്കൊരു ആഗ്രഹം തുടങ്ങിയില്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞമ്മയോട് പറയും, ഞാനപ്പോൾ എൻ്റെ പുസ്തകത്തിന് അവതാരികയൊക്കെ എഴുതി തന്ന കുഞ്ഞമ്മ. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മയെ കുറിച്ച് ഞാൻ എഴുതുന്നുണ്ട്, കുറേ ഓർമ്മകൾ. എന്താ വെച്ചാൽ എനിക്ക് മാത്രം അറിയാവുന്ന കുറേ കാര്യങ്ങൾ, എന്താ വെച്ചാൽ അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നടന്ന സംഭവവികാസങ്ങളും എല്ലാവർക്കും അത് എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, വീട്ടിൽ അവർ അടുക്കള കാര്യത്തിൽ വരെ ശ്രദ്ധിക്കണത്, വാത്സല്യം, പ്രണയം കണ്ടുപിടിക്കണത്, മത്സ്യമോഷണം കണ്ടുപിടിക്കുന്നത്, അടുക്കള പുട്ടുണ്ടാക്കാനുള്ളൊരു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഗൗരിയമ്മ ഇടപെടും. ആ കാര്യങ്ങൾ അത് ആർക്കും അറിയില്ല. അപ്പോൾ ഗൗരിയമ്മ നമ്മൾ രാഷ്ട്രീയത്തിൽ അവരായിട്ടില്ല എല്ലാവരും കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു വേറൊരു മുഖം കൂടി അവർക്കുണ്ട്. സ്നേഹം, കുറേ കാര്യങ്ങളുണ്ട്. അത് എനിക്ക് മാത്രം എഴുതാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഞാൻ കൂടെ താമസിച്ചുണ്ട്, വേറെ ആർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഞാൻ ഗൗരിയമ്മ ഉള്ള സമയത്ത് എഴുതി തുടങ്ങിയതാണ്. പകുതിയൊക്കെ ആയി. അപ്പോഴാ കോവിഡ് വന്നു. പിന്നെ അവരുടെ മരണം നടന്നു. പിന്നെ ഞാൻ മോൻ്റെ കൂടെ മോൻ കോസ്റ്റ് ഗാർഡ് കമാൻഡന്റ് ആൻഡമാനിലേക്ക് പോയി. പിന്നെ അത് പകുതിക്ക് വെച്ച് നമ്മുടെ നാട്ടിലെല്ലാം പറയണ പോലെ അത്ര കർക്കശ സ്വഭാവക്കാരിയാണെങ്കിൽ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. നമ്മളോട് ദേഷ്യപ്പെട്ടാലും അവർക്കറിയാം. ഓർമ്മയ്ക്കാണെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. നമ്മളെക്കാളും നല്ല ഓർമ്മകളാണ്. ഒരിക്കലും ഞാൻ അവരുടെ ചാത്തനാട് വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മയും മോളും വന്നു, ഒരു എക്സാമ്പിൾ പറയാം. അപ്പം മോക്ക് ജോലി, എല്ലാവരും ജോലിക്കാർ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ പറയും, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഡേറ്റ് പറഞ്ഞാൽ അവർക്ക് ആ ഇലക്ഷന് ഈ അമ്മ ഇവർക്കെതിരെ കൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്നാലും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ വന്നു, ജോലി മേടിച്ചു കൊടുത്തു. കുട്ടിക്ക് ജോലി മേടിച്ചവർ അവർ ഉണ്ണിയപ്പൊക്കെ ആയിട്ട് വന്ന് വരുമ്പോൾ ചെയ്തു കൊടുക്കും. എന്നാലും അവർക്ക് ആ കർക്കശം ഉണ്ട്, ദേഷ്യം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും. ഞങ്ങൾ 87-ലൊക്കെ ഞങ്ങൾ ചെറുപ്പം 30 വയസ്സ് താഴെയുള്ള 3-5 പെണ്ണുങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ശ്രദ്ധയാണ്, പുറത്തു പോകാൻ മേലെ ആണുങ്ങളായിട്ട് സംസാരിക്കാം. എന്നാലും അവിടെ പ്രണയവും നടന്നിട്ടുണ്ട്. ഗൗരിയമ്മ തന്നെ കണ്ടുപിടിക്കും. ആദ്യം വഴക്കിട്ടെങ്കിലും രണ്ടുപേർക്കും ജോലിയും മേടിച്ച് കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കും. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. 4 പതിറ്റാണ്ട് കാലം അവരോടൊപ്പം കഴിഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ ചിന്താഗതിയോട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ തന്നെ JSS തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ജോലി ഉണ്ടല്ലോ, ഇലക്ഷന് നിൽക്കണം, അതിന് പഞ്ചായത്ത് ഇതിന് ബ്ലോക്കിലൊക്കെ നിൽക്കണം എന്ന് ഒന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ജോലി കളഞ്ഞ് എനിക്ക് ഇലക്ഷൻ ഇറങ്ങുന്നതിന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അവരുടെ അത്ര രാഷ്ട്രീയം എനിക്ക് മാനസികമായ രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. ഗൗരിയമ്മയോടുള്ള അടുപ്പാണ്. ഗൗരിയമ്മ എവിടെയുണ്ട് അവരോടുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ളൂ. ഒരു പാർട്ടിയോട് അങ്ങനെ ഇതില്ല. ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ സ്ഥാനം. അവർ JSS തുടങ്ങിയപ്പോൾ JSSലായി. അല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തകയൊന്നും അല്ല ഞാൻ. അതിനായിട്ട് പോയിട്ടില്ല. കുഞ്ഞമ്മയുടെ ഇലക്ഷൻ സമയത്ത് 1 മാസം ലീവ് എടുത്ത് അവർക്ക് വേണ്ടി പോകുന്നല്ലാണ്ട്. ഈ ബുക്കിൽ ഗൗരിയമ്മയുടെ പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താണ്? അവരുടെ കോളേജ് സമയത്ത് അവർ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അവര് മുരളി, ആ പേര് ഞാൻ പുസ്തകത്തിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കോളേജ് സമയത്ത് തെൻസരാസിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് പിന്നെയാണ് കുഞ്ഞമ്മ അറിഞ്ഞ്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് തിരക്കിപ്പോൾ അദ്ദേഹം മരിക്കുക അങ്ങനെ എന്തോ ചെയ്തു. പിന്നെ TV തോമസിനെ കണ്ടതും അവിടെ വെച്ച് അവരുടെ അങ്ങേരുടെ അനിയത്തി ആരോ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. എല്ലാ വിശേഷങ്ങളും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ദിര ചേച്ചി അറിഞ്ഞത്? ഞാനറിഞ്ഞ കുഞ്ഞമ്മ പറഞ്ഞറിയാം എനിക്ക്. ഞങ്ങൾ മന്ത്രി ആയിരുന്നപ്പോഴും യാത്ര പോകുമ്പോൾ കൂടെയൊക്കെ ഞാനാണല്ലോ താമസിക്കുക. അപ്പൊ ഞാൻ ഈ പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം കണ്ടത്, പിന്നെ അദ്ദേഹമായിട്ട് പിണങ്ങി, വേറൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു പിണങ്ങിപ്പോയതും, പിന്നെ അവസാനം കാണാൻ പോയതും എല്ലാം പറയും. എന്താ വെച്ചാൽ അത്ര ഞാൻ ഒരു മോളെ പോലെ തന്നെയായിരുന്നു. രാഷ്ട്രീയത്തിന് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തപ്പോൾ ആദ്യം ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തകയല്ല എന്നുള്ളത്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞത് എനിക്ക് എൻ്റെ മോളെ പോലെയാണ്, അവളെ എനിക്ക് എൻ്റെ കൂടെ വേണം. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും അവരുടെ യാത്ര പോകുമ്പോഴെപ്പോഴും കൂടുതലും ഞാനായിരുന്നു കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞ കുറേ അറിവുകൾ, കുറച്ച് പിന്നെ നമ്മൾ കേട്ട അറിവുകൾ, വായിച്ച അറിവുകൾ, അതൊക്കെ ഉൾപ്പെടുത്തി പകുതി എഴുതി ഞാൻ കുഞ്ഞമ്മയോട് പറഞ്ഞായിരുന്നു. അതിൻ്റെ പേരൊക്കെ പറഞ്ഞ് പിന്നത്തെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇത് അവര് മരിച്ചതിന് ശേഷം തയ്യാറാക്കിയതല്ലല്ലോ അല്ലേ? ഇല്ലില്ല, അതിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന. അപ്പോൾ കുറച്ച് ഫൈനൽ ആയില്ല. പിന്നെ അങ്ങ് മോൻ്റെ കൂടെ പോയതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാനത് കംപ്ലീറ്റ് ആക്കിയത്. ഗൗരിയമ്മയെ പോലെ ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു വനിതാ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും സാധ്യത കുറവാണ്. ഗൗരിയമ്മയ്ക്ക് സ്വന്തം ഗൗരിയമ്മ മാത്രം, ഉരുക്കു വനിത. അന്ന് ലേഡീസൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തൊരു സമയത്ത് അവർ ജയിലിൽ കിടക്കണതും, അന്ന് ജയിലിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് അവർ അവർക്ക് ആദ്യം ഇലക്ഷൻ നിൽക്കാൻ ഇഷ്ടമില്ലാണ്ട് വന്നതാണ്, തോറ്റുപോയി.
പിന്നെ അവർ കയറി. പക്ഷേ രാഷ്ട്രീയത്തിൽ അവർ ഒരുപാട് മുന്നോട്ട് വന്നു. അവർ നല്ലൊരു കഴിവുള്ള ലേഡിയാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇത്തിരി രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ഒരു ഇടയ്ക്ക് JSS ഉണ്ടായി, CPM-ൽ നിന്ന് അകലുകയും അവസാന ഘട്ടത്തിൽ CPM എടുക്കുകയും ചെയ്തു, അടുക്കുകയും ചെയ്യും. അത് ആ CPM അകന്നപ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, രാഷ്ട്രീയത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ആ ഘട്ടത്തിലെല്ലാം ഞാൻ കൂടെ ഉണ്ട്. അന്ന് ഈ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കുമ്പോഴും പാർട്ടി രൂപീകരിച്ച ഘട്ടത്തിലൊക്കെ അവർ ഒത്തിരി മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അവരുടെ കൂടെ ഒരുപാട് ജനങ്ങൾ ഉണ്ടെന്നുള്ള. അതുപോലെ തന്നെ ആയിരുന്നു തുടക്കത്തിൽ JSS. അവസാനമില്ല. അന്ന് 4 MLA-മാരായി അവര് കോൺഗ്രസിന്റെ കൂടെ മന്ത്രിയായി. ആ സമയത്ത് ഞാൻ ഡെപ്യൂട്ടേഷൻ മിനിസ്റ്റർ കൂടെ വർക്ക് ചെയ്തു. പിന്നെ പ്രായം, പിന്നെ കൂടെ നിൽക്കുന്നവർ അവരവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവരുടെ JSS ചുരുങ്ങി വന്നപ്പോഴത്തേക്കും പലരും മാറി. അങ്ങനെ പിന്നെ കുഞ്ഞമ്മ മാത്രമാണ് ഒരു മെയിനായിട്ടുള്ള ലേഡിയുള്ളൂ. വേറെ അവരുടെ പിൻഗാമി ആരും ഇല്ല. അങ്ങനെ ആ JSS അങ്ങനെ ചെറുതായി പോയപ്പോൾ പലരും അവരവരുടെ ഇതിനു വേണ്ടി പല സ്ഥലങ്ങളിലേക്കും മാറി. കൂടെ നിന്നവരും ഇവർക്കെതിരായിട്ട് നിന്നു. കൂടെ നിന്നിട്ട് ഇവർ ഓരോ സ്ഥാനങ്ങൾ മേടിച്ചു കൊടുത്താലും പിന്നെ പഴയ ആൾക്കാരെ പുതിയ ആൾക്കാരെ അടുപ്പിക്കില്ലായിരുന്നു കുഞ്ഞമ്മയുടെ അടുത്തേക്ക്. പഴയ രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കൊന്ന് കാണാനോ അവസരങ്ങളോ കൊടുക്കാനോ മറ്റുള്ളവർ പുതിയ ആൾക്കാർ പറയണത് അവർ കുഞ്ഞമ്മ കേൾക്കും. അങ്ങനെ പഴയ ആൾക്കാർക്ക് ഒരു അകന്നു തുടങ്ങി. എന്താ വെച്ചാൽ ഇവരെ കാണാനോ ഇവർക്ക് കാണാനോ പറ്റാത്ത അവസ്ഥകളായിപ്പോയി. ഗൗരിയമ്മ ഇന്ദിരാ തുറവൂരെ മോളെ പോലെയാണ് കണ്ടിരുന്നത്. അതെ. തിരിച്ചു ഒരു അമ്മയെ പോലെയാണ് അങ്ങോട്ടും കണ്ടിരുന്നത്. എന്താണെങ്കിലും അവർക്ക് നൽകാനുള്ള ഒരു സമർപ്പണമാണോ ഈ പുസ്തകം? അത് തന്നെ. ഇത് ഗൗരിയമ്മയുടെ കുഞ്ഞമ്മയ്ക്കുള്ള ഒരു പുസ്തകമാണ്. ആരും ഇതുവരെ ഗൗരിയമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇറക്കിയിട്ടില്ല. ആകെ ഇറങ്ങിയത് ആത്മകഥ മാത്രം. അത് കുഞ്ഞമ്മ ഇറക്കിയത്. അപ്പോൾ ഇതാർക്കും എഴുതാനും പറ്റില്ല. അതെനിക്ക് മാത്രം സ്വന്തം. ഗൗരിയമ്മയാണ് ഒരു ഉരുക്കുവനിത. അത് വേറെ ആർക്കും ആ സ്ഥാനം ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അവരെ പോലെ. അതുകൊണ്ട് ഗൗരിയമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു, മരണം വരെ. തീർച്ചയായിട്ടും. ഇന്ദിരാ തുറവൂർ എന്ന എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തകയാണ്. നിരവധി ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കഥകൾ, യാത്രാ വിവരണങ്ങൾ അടങ്ങിയ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഴുത്തിൻ്റെ ലോകത്ത് തുടരാനാണോ താല്പര്യം? ഇപ്പം ഇനി എഴുത്തിൻ്റെ ഇതിൽ തുടരാൻ തന്നെയാണ്. ഞാൻ ആൻഡമാനിലായിരുന്നു ഇപ്പോൾ 4 വർഷം. ഇപ്പം ആൻഡമാനിലെ യാത്രകളൊക്കെ ഒരുപാട് എഴുതുന്നുണ്ട്. അത് ട്രാവൽ മാഗസീനിലൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത പുസ്തകം മായാബന്ദറിലെ മായക്കാഴ്ചകൾ എന്ന് പറഞ്ഞ്, അവിടെ ഒരു ദ്വീപാണത്. മായാബന്ദർ ഒരു സ്ഥലത്തിന്റെ പേര്. ആൻഡമാനിൽ നിന്ന് 9 മണിക്കൂർ കാട്ടിക്കൂടെ യാത്ര ചെയ്ത്, റോഡുണ്ടെങ്കിലും നമ്മളെ പൊറോട്ട കുഴച്ച പോലത്തെ റോഡൊക്കെ ആയിരിക്കും. ജറാവകളുള്ള കാട്ടുജാതിക്കാരുള്ള അവിടെ കോൺവേ ആയിട്ടൊക്കെ വണ്ടി വിടുള്ളൂ. അത് 3 ട്രിപ്പൊക്കെ. അവിടെയായിരുന്നു മോന്. പിന്നെ മായാബന്ദറിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞങ്ങൾ അവിടെ പോർട്ടിലെ അവിടെയായിരുന്നു ജോലി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കരയിനും ജറാവള് കാട്ടുജാതിക്കാർ കുറച്ച് താമസിക്കുന്നുണ്ട്. അവരെ ചിലപ്പോൾ നമുക്ക് റോഡിൽ കൂടെ കാട്ടിക്കൂടെ വണ്ടി പോകുമ്പോൾ കാണാം. അതാണ് പുതിയ പുസ്തകം മായാബന്ദറിലെ മായക്കാഴ്ച. 3 പുസ്തകം നേരത്തെ എഴുതിയിട്ടുണ്ട്. നേരത്തെ ആദ്യം ആലുവാപ്പുഴയുടെ തീരത്ത് നിന്നാണ് എൻ്റെ ആദ്യ പുസ്തകം, എൻ്റെ ആദ്യ കഥ. അതിന്റെ പേരിൽ ആലുവാപ്പുഴയുടെ തീര പുസ്തകം ഇറക്കി. പിന്നെ ചിലങ്കാന്നിരുന്ന കഥയ്ക്ക് കമലാസുരയ്യ അവാർഡ് കിട്ടി എനിക്ക്. അതിലാണ് ആ കഥകളുള്ളത്. പിന്നെ ചെറുകഥകള് ചിലങ്കാന്ന് പറഞ്ഞ. പിന്നെ ചന്ദ്രോദയത്തിലെ മണിമുത്തുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻപിള്ളി. അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ആലുവ ചെറിയൊരു വീട് വെച്ചു. അവിടെ വെച്ച് ഞാൻ എഴുതിയ കുറച്ച് കഥകളാണ് 2ാമത്തെ പുസ്തകം. പിന്നെ യാത്രകൾ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ പോകാറുണ്ട്. ശ്രീലങ്ക, തായ്ലൻഡ്, ദുബായ് ഒക്കെ. അപ്പൊ രാവണന്റെ സ്വർണ്ണനഗരിയിലേക്ക് എന്ന് പറഞ്ഞാണ് 3ാമത്തെ യാത്രാവിവരണം. ഈ തുറവൂരാണോ താമസം? ഇപ്പൊ തുറവൂരല്ല, മോന്റെ കൂടെയാണ്. ഇടയ്ക്ക് വരും. വീടുണ്ട് തുറവൂര്. സ്വന്തം വീടാണ്. അമ്മയും അച്ഛനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. ഹസ്ബൻഡിന്റെ വീട് തണ്ണീർമുക്കാണ്. പിന്നെ ജോലിയുടെ സൗകര്യാർത്ഥം ഞാൻ എനിക്ക് ഇലക്ട്രോണിലായിരുന്നല്ലോ ജോലി. അപ്പൊ ഇവിടെ തുറവൂര് വീട് വെച്ചു. കുടുംബ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹസ്ബൻഡ് രാമേന്ദ്ര പണിക്കർ, തന്നൂർത്താണ് വീട്. അദ്ദേഹം 9 വർഷം മുമ്പ് മരിച്ചു. ചേർത്തല തഹസിൽദാരായിട്ടാണ് റിട്ടയർ ആയത്. 9 വർഷം മുമ്പ് മരിച്ചു. പിന്നെ 2 കുട്ടികളാണ്. മോൾ ധന്യ, അവൾ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളുണ്ട്. അവർ പെരുമ്പാവൂർ സെറ്റിൽഡാണ്. പിന്നെ മോൻ ധനേഷ് കോസ്റ്റ് ഗാർഡിൽ കമാൻഡൻ്റ് ആണ്. ഒരു കുട്ടിയുണ്ട്. ഇപ്പം ആൻഡമാനായിരുന്നു. ഇപ്പം 2 മാസമായിട്ട് ഫോർട്ട് കൊച്ചിക്ക് ട്രാൻസ്ഫർ ആയി. അപ്പം അവൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ താമസം. അപ്പോൾ എഴുതാനൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ സമയവും സാഹചര്യവും സൗകര്യവും ഉണ്ട്. ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ മിനിസ്റ്റർ കൂടെ ആയിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് RCCയിലെ ക്യാൻസർ വരുന്ന കുട്ടികളെ സഹായിക്കാനുള്ള ഫണ്ടിനൊക്കെ ഒരുപാട് ഹെൽപ്പ് കുഞ്ഞമ്മ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ RCCയിലൊക്കെ ഇപ്പം അങ്ങനെ എനിക്ക് കൂടുതൽ പോകാൻ പറ്റണില്ല. ഈ റിട്ടയർമെന്റ് ഹോം എന്ന ഒരു ആശയം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് അത്? നമ്മൾ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ സാമീപ്യം സാന്ത്വനമായിരിക്കും. സ്വന്തക്കാരെക്കാളും നമുക്ക് ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും നമ്മൾ സംസാരിക്കാൻ കഴിയും. അപ്പം ഞാൻ RCC അങ്ങനെയൊക്കെ ഓരോ വൃത്തസ്ഥാനങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും ഒറ്റപ്പെടൽ കാണുമ്പോൾ ഒരു കൂട്ടുകുടുംബം പോലെ ഒരു ചെറിയ വീട്, കുറച്ച് പേര് ടീച്ചേഴ്സൊക്കെ വന്ന് താമസിക്കുക, ആലുവയാകുമ്പോൾ മണപ്പുറം അവിടെയൊക്കെ പോവുക. അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ഹോം വേണം. നീ ഒറ്റപ്പെടുന്നവർക്കൊരു വയസ്സാകുമ്പോൾ പിള്ളേരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ തിരക്കാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള കിടപ്പ് ഉദ്ദേശിച്ച് റിട്ടയർകാർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കും. ഇപ്പം എൻ്റെ ദുഃഖങ്ങൾ പറയുമ്പോൾ, സാറിൻ്റെ ദുഃഖം പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തെക്കാളും കൂടുതൽ ദുഃഖങ്ങളായിരിക്കുമല്ലോ. ഒരു കേൾക്കാൻ ഒരാളുണ്ടാകുക. അപ്പോൾ അതാണ് വൃത്തസ്ഥാനം, റിട്ടയർമെൻറ്റ് ഹോം. വൃത്തസ്ഥാനം എന്ന് പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു ഇത് തുടങ്ങണം എന്ന ആഗ്രഹത്തിലാണ്. അങ്ങനെ അത് നടന്നില്ല. അങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് കിടന്നത്. ഇനി അത് നടക്കുമോ? ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ല. ഇപ്പോൾ എല്ലായിടത്തും മുളച്ചിട്ടുണ്ട്. സ്റ്റാർ ലെവലിൽ തൊട്ട് സാധാരണ ലെവലിലുള്ള റിട്ടയർമെൻറ്റ്. ഞാൻ 2 റിട്ടയർമെൻറ്റിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു, ബ്ലസ് റിട്ടയർമെൻറ്റ്, ഫെലിസിറ്റിയിലൊക്കെ. അപ്പം നമുക്ക് അവിടെയും ഒറ്റപ്പെട്ടു പോണവർക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒറ്റപ്പെടൽ വരും. ഇപ്പം ഒന്നിച്ചാണെങ്കിൽ പിന്നെ ആക്റ്റീവായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒത്തിരി കൃതികളും എഴുത്തുകളും സൃഷ്ടികളും ഒക്കെ ഇനി പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. കേരളത്തിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന KR ഗൗരിയമ്മയുടെ ജീവിതം അനാവരണം ചെയ്യുന്ന പുസ്തകമാണ് തളരാത്ത ഗൗരി, കരയാത്ത ഗൗരി. ഗൗരിയമ്മയോടൊപ്പം 4 പതിറ്റാണ്ട് കാലം നിഴൽ പോലെ നടന്നിരുന്ന ഇന്ദിര തുറവൂരാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഗൗരിയമ്മയുടെ ജീവിതത്തിലെ ആരും അറിയാത്ത കുറേയേറെ സംഭവ വികാസങ്ങൾ ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വായനക്കാർക്കും മലയാളികൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പുസ്തകമാണ് തളരാത്ത ഗൗരി, കരയാത്ത ഗൗരി. എഴുത്തിൻ്റെ ലോകത്ത് തുടരാൻ തന്നെയാണ് ഇന്ദിര തുറവൂർ ആഗ്രഹിക്കുന്നത്. എല്ലാ ആശംസകളും നേരം.